നമസ്കാരം. ഡെങ്കിപ്പനിയിൽ നമ്മുടെ ആയുർവേദത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ഡെങ്കിപ്പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ശരിയായിട്ടുള്ള രീതിയിൽ റെസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, ശുദ്ധമായിട്ടുള്ള ജലം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഡെങ്കിപ്പനിയിൽ നിന്നൊക്കെ നമുക്ക് ഭേദമാവാറുണ്ട്. പക്ഷേ ചിലവർക്കെങ്കിലും ഈ ഡെങ്കിപ്പനി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജോയിൻസിലും വേദനകൾ വരിക, സ്കിന്നിലൊക്കെ റാഷസുകൾ വരിക, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വന്നിട്ട് ഒരു ഡീഹൈഡ്രേഷൻ പോലെ വന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥകളൊക്കെ വരിക. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്ക് മലരുണ്ടാവുമല്ലോ, നമ്മൾ ആ മലര് ഒരു ഏകദേശം ഒരു 300-600 ml വെള്ളത്തിൽ ഒരു 50 ഗ്രാമോളം മലര് വൃത്തിയാക്കി കഴുകിയിട്ടുള്ള മലര് ഒരു 50 ഗ്രാമോളം നമ്മൾ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വെട്ടി തണുപ്പിക്കുക. അതിനുശേഷം ആവശ്യമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ള ഇന്ദുപ്പിടാം ഇട്ടിട്ട് നമ്മളത് കഞ്ഞി പോലെ കോരി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മിക്കവരും പറഞ്ഞു കേട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഈ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ദഹനത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. സോ അങ്ങനത്തെ സമയത്ത് നമുക്ക് ചോറിലോ അല്ലെങ്കിൽ ചൂടുള്ള കഞ്ഞിയിലോ ഒരു നുള്ള നമുക്ക് അഷ്ടചൂർണം നമുക്ക് ഇട്ടിട്ട് നമുക്കത് കഴിച്ചു കഴിഞ്ഞാലും ഇതേപോലെ നമുക്ക് അഗ്നിയൊക്കെ നമ്മുടെ ദഹനമൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും നമ്മൾ കൊതുകുകൾ ഒക്കെ കടിക്കാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ക്രീമുകൾ ഒക്കെ നമ്മൾ പരട്ടുക, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ നമ്മുടെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ BP, ഇതാണ് നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.